ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇന്നലെ ഒരുപാട് കമൻസ് വായിക്കാനിടയായി. അതേപോലെ തന്നെ ഇനിയും ഉണ്ട്, ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാൻ ഇനിയും പെൻഡിങ് ഉണ്ട്. എന്നാലും ഇന്നലെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് പേരുടെ കമൻറ്റ് കാണാൻ പറ്റി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരുപാട് പേര് എല്ലാ ദിവസവും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ അവരെക്കുറിച്ചൊന്നും അല്ല കേട്ടോ പറയുന്നത്. എൻ്റെ വീഡിയോസ്, ഇങ്ങനെയുള്ള ടൈപ്പ് വീഡിയോസ് ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതി ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു സംസാരം മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. ഈ വീഡിയോ അല്ല, എൻ്റെ തുടർന്നുള്ള വീഡിയോകളൊന്നും കാണരുത്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കി നിങ്ങൾ ആ വീഡിയോ കണ്ട് താഴെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടി വെറുതെ എന്തിനാണ് നിങ്ങളുടെ സമയം കളയുന്നത്? അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങളിവിടെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രത്യേകിച്ചൊരു മാറ്റവും ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ദയവ് ചെയ്ത് പാഴാക്കരുത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ, അഥവാ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി. ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മീയ ഉണർവിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 5 ഘട്ടങ്ങൾ. അതിൽ ഒരു സ്റ്റേജ് ആയിരുന്നു ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ. അതായത് 5 സ്റ്റേജസ് ഓഫ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന വീഡിയോയിൽ ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ അഥവാ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി, ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, എന്താണ് ഈ ഇരുണ്ട രാത്രി? ഒരു സിനിമയുടെ പേര് വല്ലതും ആണോ? ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു സ്റ്റേജ്, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നുന്ന, എല്ലാം ശൂന്യമായി തോന്നുന്ന ഒരു സമയം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ എന്താണ് ഈ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി? ഈ പ്രയോഗം എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. എന്നാലും ഇത് സ്പെയിനിൽ നിന്നാണ് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും അത് അത്ര ഉറപ്പില്ല. നൂറ്റാണ്ടുകളായിട്ട് ഈ ആശയം നിലവിലുണ്ട്. അപ്പോൾ എന്താണിത്? നമ്മുടെ ജീവിതത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന എല്ലാ അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും വിശ്വാസങ്ങളും ഒരു ദിവസം തകർന്നടിയുന്ന ഒരവസ്ഥയാണിത്. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടുന്ന സമയം. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്തിനാണിതൊക്കെ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളെ വന്ന് മൂടും. ചിലപ്പോൾ നമുക്ക് ഡിപ്രഷൻ ബാധിച്ചതാണോ എന്ന് പോലും തോന്നിയേക്കാം. കാരണം ഈ വിഷാദ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളുമായി ഇതിന് സാമ്യമുണ്ട്. ഒന്നിനും ഒരു താല്പര്യവുമില്ല, എല്ലാം വെറുതെയാണെന്ന് തോന്നുന്നു, ഒരു ലക്ഷ്യവുമില്ലായ്മ, അങ്ങനെ പലതും. നമ്മൾ ഇതുവരെ മുറുകെ പിടിച്ചിരിക്കുന്ന സ്വപ്നങ്ങളും നമ്മൾ നേടിയെന്ന് കരുതിയ നേട്ടങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞതായിട്ട് അനുഭവപ്പെടാം. ഞാൻ അതിനു വേണ്ടി ഒരു ഉദാഹരണം പറയാം. നമ്മൾ വലിയ ഇഷ്ടത്തോടെ, അല്ലെങ്കിൽ വളരെ വലിയൊരു ആഗ്രഹത്തോടെ ഒരു വീട് പണിയുന്നു. അതിനായി നമ്മുടെ കയ്യിലുള്ള എല്ലാം സമർപ്പിക്കുന്നു. പക്ഷേ ഒരു ദിവസം നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് ആ വീട് നമുക്ക് വിൽക്കേണ്ടി വരുന്നു. ഒരു ദിവസം പോലും അതിൽ താമസിക്കാതെ. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പല കാരണങ്ങളും ഉണ്ടാകാം. പുറമേ നിന്ന് വരുന്ന ചില വലിയ സംഭവങ്ങൾ ഇതിനൊരു കാരണമാകാം. നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ചില ദുരന്തങ്ങൾ. ഉദാഹരണത്തിന്, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളുടെ മരണം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത നമ്മുടെ ജോലി, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. ഇതാണ് എൻ്റെ ജീവിതം, ഞാൻ ഇതിലൂടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള നമ്മുടെ വിശ്വാസങ്ങൾ. നമ്മുടെ ജോലിയോ നേട്ടങ്ങളോ, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള ധാരണകളോ ഒക്കെ ആവാം ഈ അർത്ഥങ്ങൾ. നമുക്ക് പ്രാധാന്യമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അപ്രതീക്ഷിതമായി ഈ അർത്ഥങ്ങളെല്ലാം തകരുമ്പോൾ, അല്ലെങ്കിൽ അവയൊന്നും സത്യമല്ലെന്ന് തോന്നുമ്പോൾ, നമ്മൾ ഈ ഇരുണ്ട രാത്രിയിലേക്ക് ആഴ്ന്നു പോകാം. നമ്മുടെ ജീവിതത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന
എല്ലാ ആശയപരമായ ചട്ടക്കൂടുകളും, അതായത് നമ്മുടെ മനസ്സ് നിർമ്മിച്ച അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം തകർന്നടിയുന്ന ഒരു അവസ്ഥയാണിത്. ഈ അവസ്ഥയിൽ നമ്മൾ ഒരുപാട് ഇരുട്ടിലേക്ക് വീണു പോയതായി തോന്നിയേക്കാം. ചുറ്റും ഇരുട്ട് മാത്രം, ഒരു വെളിച്ചവും കാണുന്നില്ല. ഞാൻ ഈ ഇരുട്ടിൽ പെട്ടുപോയ ഒരാളായിരുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ ആത്മീയ യാത്രയുടെ ഒരു ഭാഗമാണ്, അതായത് ഇതൊരു സ്റ്റേജാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്ന പലരും ഈ യാത്രയിലൂടെ ഇപ്പം കടന്നു പോകുന്നുണ്ടാവാം. എന്നാൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഇരുണ്ട രാത്രി എന്നത് എന്നേക്കുമായി നിലനിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ നാട്ടിലെ പഴമക്കാർ പറയുന്ന പോലെ ഏത് രാത്രി കഴിഞ്ഞാലും ഒരു പകൽ വരുമെന്ന്. അതുപോലെ ആളുകൾ ഈ ഇരുട്ടിലൂടെ കുറച്ചു കാലം കടന്നുപോയ ശേഷം അതിൽ നിന്നും പുറത്തു വരാറുണ്ട്. ചിലപ്പോൾ ഇത് മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. പക്ഷേ ഒടുവിൽ നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരും. ഈ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു പുതിയ ബോധാവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കും. അപ്പോൾ ജീവിതത്തിന് വീണ്ടും അർത്ഥം ലഭിക്കും. പക്ഷേ ആ അർത്ഥം നമുക്ക് വാക്കുകളിലൂടെ വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നേ ആയിരിക്കില്ല. ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ ഉൾക്കാഴ്ച. പലപ്പോഴും ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോളിൽ നിന്നാണ് ആളുകൾ തങ്ങളുടെ ചിന്താപരമായ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും ഉണരുന്നത്. അതായത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ മനസ്സ് ഉണ്ടാക്കി വെച്ച അർത്ഥങ്ങളെല്ലാം തകരുമ്പോൾ അതിലും ആഴത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇത് വാക്കുകൾക്കോ ആശയങ്ങൾക്കോ അതീതമായ ഒരു ആഴത്തിലുള്ള ലക്ഷ്യബോധമോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധമോ ആകാം. ഇതിനെ ഒരുതരം പുനർജന്മം, അതായത് റീഇൻകാർണേഷൻ എന്ന് തന്നെ പറയാം. ഒരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. അപ്പോൾ ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ ഒരുതരം മരണമാണ്. എന്തിന്റെ മരണമാണെന്നറിയാവോ? നമ്മുടെ അഹംഭാവത്തിന്റെ, അതായത് നമ്മുടെ ഈഗോയുടെ മരണം. നമ്മളെന്ന് വിശ്വസിച്ചിരുന്ന ആ കെട്ടിച്ചമച്ച വ്യക്തിത്വം, അതായത് ഫേക്ക് പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ അഹങ്കാരം, നമ്മുടെ പരിമിതികൾ, ഇതെല്ലാം ഇല്ലാതാകുന്നു. മരണം എപ്പോഴും വേദനാജനകമാണ്, അല്ലെ? നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വേദന പോലെ. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഒന്നും മരിക്കുന്നില്ല. നമ്മുടെ മിഥ്യാബോധത്തിലുള്ള ഒരു ഐഡന്റിറ്റി മാത്രമാണ് ഇല്ലാതാകുന്നത്. ഒരു പഴയ വസ്ത്രം ഊരി എറിയുന്നത് പോലെ നമ്മൾ അതുവരെ ധരിച്ചിരുന്ന ഒരു പഴയ വ്യക്തിത്വത്തെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ഈ മാറ്റത്തിലൂടെ കടന്നുപോയ പലരും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു അവർക്ക് ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു എന്ന്. കാരണം അതിൽ നിന്നാണ് ഒരു പുതിയ ഞാൻ ഉണർന്നെണീറ്റത്. ആശയങ്ങൾക്ക് അതീതമായ കൂടുതൽ ആഴത്തിലുള്ള ഒരു ബോധാവസ്ഥ, നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി. എല്ലാവർക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരില്ല കേട്ടോ. പക്ഷേ ചിലർക്കിതൊരു അനിവാര്യ യാത്രയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും സമാനമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിനെ നൈറ്റ് ജേണി എന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ നാടൻ കഥകളിലും കെട്ടുകഥകളിലും ഒക്കെ രാജകുമാരന്മാരും വീരനായകന്മാരും വലിയ പ്രതിസന്ധികളിലൂടെയും ഇരുണ്ട വഴികളിലൂടെയൊക്കെ കടന്നു പോകുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതായത് ഒരു വലിയ യുദ്ധത്തിന് മുൻപോ അല്ലെങ്കിൽ ഒരു വലിയ നേട്ടത്തിന് മുൻപോ അവർക്ക് വലിയ തിരിച്ചടികളൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള കഥകൾ വായിച്ചിട്ടുണ്ട്, TV-യിലും മറ്റും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരേ അനുഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ നെഗറ്റീവാണെന്ന് തോന്നുമെങ്കിലും പിന്നീട് അത് വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയാണിത്. ഇത് നമ്മുടെ ഉണർവിന്റെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും ഇത് അനിവാര്യമല്ലെങ്കിലും പലപ്പോഴും ഇത് ആത്മീയ ഉണർവിന്റെ പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമാണ് കേട്ടോ. പഴയ വ്യക്തിത്വത്തിന്റെ മരണം, യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ ജനനം. അങ്ങനെ പിന്നെ ഒരു കാര്യം കൂടി പറയാമേ. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഉണർവിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഇത് എല്ലാവർക്കും ഒരുപോലെ അല്ല പ്രവർത്തിക്കുന്നത്. ഇത് പലർക്കും ആത്മീയ ഉണർവിന്റെ ഒരു ഭാഗമാണെങ്കിലും ചിലർക്കിത് വെറും ഒരു വേദനാജനകമായ അനുഭവം മാത്രമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ആത്മീയ ഉണർവിന്റെ ഭാഗമാകാനും കുറെ കാരണങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇനി ഈ അവസ്ഥയെ എങ്ങനെ നേരിടാം, അറിയേണ്ട ചില കാര്യങ്ങൾ നോക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനൊരവസ്ഥ വന്നാൽ ഒരു കാര്യം ഓർക്കുക,
എത്രത്തോളം നിങ്ങൾ ഈ അവസ്ഥയെ അംഗീകരിക്കുന്നുവോ, അതായത് സറണ്ടർ ആവുന്നുവോ, അത്രത്തോളം വേഗത്തിൽ നിങ്ങൾ അതിലൂടെ കടന്നു പോകും. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയെ നമ്മൾ പ്രത്യേകം വിധി കൽപ്പിക്കാതെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിനെ അതുപോലെ സ്വീകരിക്കുക എന്നതാണ്. അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം അയ്യോ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് കരയുന്നതിന് പകരം ഓക്കെ, ഇതെൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടമാണ്, ഇത് കടന്നു പോകും എന്ന് മനസ്സിലാക്കുക. അത് വേദനയാണെങ്കിൽ വേദനയെ സ്വീകരിക്കുക, ശൂന്യതയാണെങ്കിൽ അതിനെ സ്വീകരിക്കുക. അതിനോട് പോരാടാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ എന്തിനോട് പോരാടുന്നുവോ അത് നമ്മളിൽ കൂടുതൽ ശക്തിയോടെ നിലനിൽക്കും. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എല്ലാവർക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടിയൊന്നും വരില്ല കേട്ടോ. അതൊരു സന്തോഷ വാർത്തയാണ്. പലർക്കും ആത്മീയ ഉണർവ് ഈ അവസ്ഥ കൂടാതെയും സംഭവിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ആത്മീയ ഉണർവ് ആരംഭിച്ചതിന് ശേഷവും ഇത് സംഭവിക്കാം. ചിലപ്പോൾ 2 കാര്യങ്ങൾ നടക്കാം. ചിലപ്പോൾ നമുക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചതിന് ശേഷമാവാം നമ്മൾ ഇങ്ങനെ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പാകാം. കൂടുതലും പേർക്കും സംഭവിക്കുന്നത് മുമ്പാകാനാണ് ചാൻസ്. അതുകൊണ്ട് ജീവിതം അതിൻ്റെ വഴിക്ക് പോകാൻ അനുവദിക്കുക. ഈ അവസ്ഥയെ നമ്മൾ മനഃപൂർവ്വം തേടിപ്പോകേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. വെറുതെ ദിവസങ്ങളോളം ഒരു ഇരുണ്ട മുറിയിൽ അടച്ചിരുന്ന് ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും ചെയ്യില്ല. അതൊക്കെ അനാവശ്യമാണ്. അതുപോലെ തന്നെ ജീവിതം അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൽ സംഭവിക്കട്ടെ. നമ്മുടെ ഈ ജീവിതത്തിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്നൊരു അവസ്ഥ വരാം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന അർത്ഥങ്ങളെല്ലാം തകർന്നു പോകും. നമ്മുടെ മനസ്സ് സമൂഹവും സംസ്കാരവും പഠിപ്പിച്ച കാര്യങ്ങൾ മറന്ന് ഒരു പുതിയ തുടക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു ചെയർ, അതായത് ഒരു കസേരയെ കസേര എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചതാണ് അല്ലേ? പക്ഷേ അതിനപ്പുറം അതിനെന്താണ് യഥാർത്ഥ അർത്ഥം? ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാ. ആഴത്തിൽ ചിന്തിച്ചാൽ ഈ ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാറ്റിനും നമ്മൾ തന്നെ ഉണ്ടാക്കിയ അർത്ഥങ്ങൾ മാത്രമാണുള്ളത് അല്ലേ? ഈ അർത്ഥങ്ങളെല്ലാം മറന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ ലോകത്തെ നോക്കാൻ നമുക്ക് പഠിക്കാം. ഈ കൊച്ചുകുട്ടികളെല്ലാം അത്ഭുതത്തോടെയാണ് എല്ലാത്തിനെയും കാണുന്നത്. അതുപോലെ നമുക്കും കാണാം. ഒരു പക്ഷിയുടെ ചിറകടി, ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക്, എല്ലാം പുതിയ കണ്ണുകളോടെ കാണുമ്പോൾ നമുക്ക് പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അവസാനമായിട്ട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്നതൊരു ദുരന്തമൊന്നുമല്ല കേട്ടോ. അതൊരു പരിവർത്തനം മാത്രമാണ്, അതായത് ഒരു കൺവേർഷൻ മാത്രമാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ തെറ്റായ അർത്ഥങ്ങൾ തകർന്നു പോകുന്നു. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ യഥാർത്ഥ ആത്മാവ് പുറത്തു വരുന്നു. അതാണ് സത്യാവസ്ഥ. നിങ്ങളിപ്പോൾ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. ഈ ഇരുട്ടിൻ്റെ നടുവിൽ നിന്നും വെളിച്ചം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. അതായത് ജീവിതം അതിൻ്റെ സ്വാഭാവിക ഒഴുക്കിൽ സംഭവിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്